ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ക്രിസ്റ്റീന. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്കോ ലാവ ഇഡ്ഡലി കേക്കാണ്. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയുമാണ്. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് വേണ്ട. വെറും 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഞാനിവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ എളുപ്പത്തിലാണ് ഞാൻ എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മളിവിടെ ഒരു ബൗളിൽ ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ച് ആവശ്യത്തിന് പാലൊഴിച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. 2 ഡയറി മിൽക്ക് വേണം, ഒരു പാക്കറ്റ് പാല് വേണം. ഈ 3 സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ഓറിയോ ലാവ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത്. നമ്മുടെ ഈ കേക്ക് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് ഇഡ്ഡലി സ്റ്റീമറിലാണ്. ഇഡ്ഡലി സ്റ്റീമർ അത്യാവശ്യം ആവിയേറിയിട്ടുണ്ട്. നമുക്ക് കേക്ക് മിക്സിൻ്റെ ഈ ബാറ്റർ ഓരോന്നായിട്ട് നമുക്ക് ഒഴിച്ച് വെക്കാം. 3 ലെയേഴ്സായിട്ടാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ലെയർ നമ്മൾ ഓൾമോസ്റ്റ് ഒഴിച്ച് കഴിഞ്ഞു. സെക്കൻഡ് ലെയറിൽ നമ്മൾ വെക്കുന്നത് ഡയറി മിൽക്കിൻ്റെ ഒരു ചെറിയ പീസ് ഇതിൻ്റെ മണ്ടയ്ക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെക്കുവാണ്. ഓരോന്ന് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ബാക്കി വരുന്ന ബാറ്റർ നമ്മൾ ഒരു ലെയറായിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒന്നുകൂടി ഒഴിക്കും. ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ എല്ലാ ഡയറി മിൽക്കിൻ്റെ പീസും വെച്ചിട്ടുണ്ട്. മിച്ചമുള്ള ബാക്കി ബാറ്റർ നമുക്ക് മുകളിലോട്ട് ഒഴിക്കാം. ഫൈനൽ ലെയർ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ച് വെച്ചൊരു 15 to 30 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്കോ ലാവ ഇഡ്ഡലി കേക്ക് ഉണ്ടായിക്കഴിഞ്ഞു. വളരെ സിമ്പിളുമാണ്, വളരെ ടേസ്റ്റിയുമാണ്. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ അഡീഷണൽ ആയിട്ട് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൊടുത്തിട്ടില്ല. ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വളരെ ടേസ്റ്റിയാണ്, സൂപ്പറുമാണ്. നിങ്ങൾ എന്തായാലും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം.